നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. വി.എസ്. ജോയ്, ആര്യനാടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകൾ പ്രധാനമായും പരിഗണിക്കുന്നു. അതേസമയം പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. നാളെ പി.വി. അൻവറുമായി കോൺഗ്രസ് കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള ചർച്ചകളും ഉപചർച്ചകളും സജീവമാണ്. സംസ്ഥാന ദേശീയ നേതാക്കളുടെ മുന്നിൽ രണ്ടു പേരുകളാണ് ഉള്ളത്: വി.എസ്. ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും. നിലവിലെ സാഹചര്യത്തിൽ വി.എസ്. ജോയിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുമുള്ളത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ പിണക്കി സ്ഥാനാർത്ഥി നിർണയം വേണ്ടെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് മത്സരിക്കാൻ മണ്ഡലം നൽകുമെന്ന ഉറപ്പു നൽകി കൂടെ നിർത്താനാകും നേതാക്കളുടെ ശ്രമം. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കൈക്കൊള്ളുന്ന തീരുമാനം നിർണായകമാകും. ലീഗിലെ ഒരു വിഭാഗത്തിന് ഷൗക്കത്തിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് വി.എസ്. ജോയിയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യം ഉന്നയിക്കുന്നത്. ലീഗിലെ വിയോജിപ്പ് മറികടന്ന് മുന്നോട്ടു പോകാൻ മുതിർന്ന നേതാക്കൾ പാണക്കാടെത്തി ചർച്ച നടത്തും. അതേസമയം മുൻ നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതും ചർച്ചയായി. എൽ.ഡി.എഫിനൊപ്പം നിന്ന പി.വി. അൻവർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കാര്യമായ പിന്തുണ നൽകിയില്ല എന്നായിരുന്നു പോസ്റ്റിലെ വിമർശനം. യു.ഡി.എഫ് മുന്നണിയിൽ അംഗമാവുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ലക്ഷ്യം. എന്നാൽ പൊടുന്നനെ ഐക്യജനാധിപത്യ മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചർച്ചകൾ നടത്തി മുന്നണി പ്രവേശം നൽകിയാൽ മതിയെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. നാളെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അൻവറുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയവും അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനവും ചർച്ചയാകാനാണ് സാധ്യത. യു.ഡി.എഫ് ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.